ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് എന്തും സംഭവിക്കാം. ഒരു പ്രത്യേക നീക്കത്തിലൂടെ ചൈന ഒഴികെയുള്ള രാജ്യങ്ങൾക്ക് പകരച്ചുങ്കത്തിൽ 90 ദിവസത്തെ താൽക്കാലിക വിരാമം ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ബുധനാഴ്ച ഏറെ വൈകിയാണ് ഈ തീരുമാനം പുറത്തു വന്നത്. ചൈനയ്ക്ക് മേലുള്ള താരിഫ് 125% ഉയർത്തുകയാണെന്ന് ട്രംപ് അതിനോടൊപ്പം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ആഗോള വിപണികൾക്ക് ആഹ്ലാദിക്കാൻ വേറെ എന്താണ് വേണ്ടത്? US വിപണികൾ ഉൾപ്പെടെയുള്ളവ സമീപകാലത്തൊന്നും ഉണ്ടാകാത്ത രീതിയിൽ നേട്ടമുണ്ടാക്കി. കടപ്പത്ര ആദായം കുത്തനെ ഇടിയുകയും ചെയ്തു. എന്നാൽ മഹാവീർ ജയന്തി പ്രമാണിച്ച് ഇന്ത്യൻ വിപണികൾക്ക് അവധിയായതിനാൽ പെട്ടെന്നുള്ള നേട്ടത്തിൻ്റെ പ്രതിധ്വനികൾ സ്വീകരിക്കാൻ രാജ്യത്തെ നിക്ഷേപകർക്കായില്ല. അത് വളരെയധികം സങ്കടകരമാണ്. എങ്കിലും വലിയൊരു മുന്നേറ്റത്തിൻ്റെ സാധ്യത താൽക്കാലികമാണെങ്കിലും വിപണിയിലുണ്ട്. കാരണം കാറ്റും കോറുമെല്ലാം അടങ്ങി ഒതുങ്ങി. എന്നാൽ 90 ദിവസത്തെ താൽക്കാലികമായ ഒരു വെടിനിർത്തലാണ് ട്രംപിൻ്റെ പുതിയൊരു കാർഡ്. കൂടുതൽ കാലത്തേക്ക് താരിഫ് നടപ്പാക്കൽ നീട്ടിയില്ലെങ്കിൽ വീണ്ടും അനിശ്ചിതത്വത്തിൻ്റെ കാലം തിരിച്ചു വരും. നീക്കുപോക്കിൻ്റെ ഇടവേളയായി വേണമെങ്കിൽ ഇതിനെ നമുക്ക് കാണാം. താരിഫിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായില്ലെങ്കിൽ കയറ്റുമതി രാജ്യങ്ങളും ഇറക്കുമതി രാജ്യങ്ങളും ആഘാതം നേരിടേണ്ടി വരും. കയറ്റുമതിക്കാർക്ക് ഉൽപ്പാദന ചെലവിൽ കാര്യമായ വർധനവ് ഉണ്ടാകും. ഇന്ത്യയിലെ മാനുഫാക്ചറിംഗ് കമ്പനികളുടെ ഉൽപ്പാദന ചെലവ് ഉയരും. സോഫ്റ്റ്വെയർ കമ്പനികൾക്ക് നേരിട്ട് ആഘാതം ഏൽക്കില്ലെങ്കിലും പരോക്ഷമായ പ്രതിഫലനങ്ങൾ വിട്ടൊഴിയുന്നില്ലതാനും. US ഉപഭോക്താക്കൾ കൂടുതൽ പണം ചെലവഴിക്കേണ്ട സാഹചര്യം ഉണ്ടാകും. വിലക്കയറ്റത്തിൻ്റെ ഭീകരരൂപം വീണ്ടും ശക്തിയായി ആർജിക്കും. ഈ സാധ്യതകളാണ് വരും ദിവസങ്ങളിൽ വിപണിയെ സ്വാധീനിക്കുക. അതുകൊണ്ടാണ് അമേരിക്കയിൽ കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള ജനങ്ങൾ തെരുവിൽ ഇറങ്ങിയ സമരങ്ങളെല്ലാം നമ്മൾ കണ്ടു, പത്രവാർത്തകളിലൂടെ അതെല്ലാം വായിച്ചു. അപ്പോൾ പുതിയൊരു സാഹചര്യമാണ് വിപണിയിൽ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. 90 ദിവസത്തിന് മാത്രം. അതിനുശേഷം എന്ത് നടക്കുമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. നിരവധി തകർച്ചകൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ സമാനമായ സാഹചര്യം വിപണിക്ക് അന്യമാണ്. അതുകൊണ്ട് തന്നെ ചരിത്രം വിലയിരുത്തിക്കൊണ്ടുള്ള അനുമാനത്തിന് യാതൊരു പ്രസക്തിയുമില്ല, ഇതുപോലെ ഇതിനു മുമ്പ് സംഭവിച്ചിട്ടില്ലാത്തതുകൊണ്ട്. എന്നാൽ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും താരിഫ് യുദ്ധവും ഉൾപ്പെടുന്ന ലോക സമ്പദ് വ്യവസ്ഥ അനിശ്ചിതാവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ആഘാതം താൽക്കാലികമായി കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പോക്ക് എങ്ങോട്ടാണെന്ന് അനുമാനിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ട്രംപിൻ്റെ രോഷം രാജ്യങ്ങളിലും വ്യവസായങ്ങളിലും വിതരണ ശൃംഖലകളിലും എപ്രകാരം പ്രതിഫലിക്കുമെന്ന് മനസ്സിലാക്കുക എളുപ്പമല്ല. ട്രംപ് താരിഫുകളുടെ സമയക്രമം കണക്കാക്കാൻ കഴിയാത്ത സാഹചര്യമാണല്ലോ ഉള്ളത്. ക്രമരഹിതമായ തീരുമാനങ്ങൾ ട്രംപിൽ മാത്രം ഒതുങ്ങിക്കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സാഹചര്യമല്ല നാളെ ഉണ്ടാകുന്നത്. തീരുമാനങ്ങൾ മാറിമറിയാം. ഓഹരി വിപണികളും അതിനനുസരിച്ച് മാറിമറിയാം. ട്രംപ് താരിഫിനെ പോലെ വിപണിയുടെ നീക്കവും ഇപ്പോൾ പ്രവചനാതീതമാണ്. താൽക്കാലികമായുള്ള പ്രതികരണം അവഗണിക്കുന്നതാകും ഉചിതം. മികച്ച മൂല്യത്തിൽ നിക്ഷേപിക്കുന്നതിനോടൊപ്പം പണലഭ്യത ഉറപ്പാക്കാൻ നിക്ഷേപകർ ശ്രദ്ധിക്കണം. അതിനായി ലിക്വിഡ് മണി മാർക്കറ്റ് ഫണ്ടുകളിൽ പണം നിക്ഷേപിക്കാം. സ്ഥിര നിക്ഷേപ പദ്ധതികളിലും നിശ്ചിത തുക വകയിരുത്താം. അസ്ഥിരതയുടെ കാലത്ത് പണം കൈവശം ഉണ്ടായിരിക്കുക എന്നത് നിർണായകമാണ്. ഏതായാലും അടുത്ത ദിവസം വിപണിയിൽ ഉണ്ടാകാനിടയുള്ള പ്രതികരണം രാജ്യത്തെ വിപണികൾക്ക് അനുകൂലമാണ്. ട്രംപിൻ്റെ വെടിനിർത്തലിനെ തുടർന്നുള്ള ആഗോള വിപണികളിലെ മുന്നേറ്റം, അതുകൂടാതെ റിസർവ് ബാങ്ക് 2ാം തവണ നിരക്ക് കുറച്ചതും അതും വിപണിയിൽ പ്രതിഫലിക്കാതിരിക്കില്ല. ട്രംപിൻ്റെ പ്രഖ്യാപനത്തെ തുടർന്ന് US സൂചികളും പിന്നാലെ ഏഷ്യൻ സൂചികളും വൻ കുതിപ്പാണ് നടത്തിയത്. കനത്ത ചാഞ്ചാട്ടത്തിൻ്റെ ദിനങ്ങൾ വിപണി പിന്നിട്ടു കഴിഞ്ഞുവെന്ന് നമുക്ക് ഇതിൽ നിന്ന് കരുതേണ്ടതുമില്ല. എന്നാൽ ഇതിനോടൊപ്പം മറ്റൊരു കാര്യം കൂടി നമ്മൾ വായിക്കേണ്ടതുണ്ട്. അതായത് തിരഞ്ഞെടുപ്പ് ഫണ്ട് നൽകിയവർക്ക് ലാഭം കിട്ടാനായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിപണിയിൽ തട്ടിപ്പ് നടത്തിയെന്ന ആരോപണവുമായി മുതിർന്ന US സെനറ്റർ എലിസബത്ത് വാറൻ. ഇക്കാര്യത്തിൽ ഔദ്യോഗിക അന്വേഷണം വേണമെന്നും ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വാൾസ്ട്രീറ്റിലെ തൻ്റെ ഇഷ്ടക്കാർക്ക് ലാഭമുണ്ടാക്കാനായി ട്രംപ് വിപണിയിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് എലിസബത്ത് സാമൂഹ്യ മാധ്യമമായ Xൽ കുറിച്ചിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. Yes. Are businesses still wary about investing? Yes. Are millions of working people still worried about their jobs? And millions of small businesses still worried about closing shop? Yes.
And right before Donald Trump declared that some of his tariffs were off again, he sent out a message to his billionaire buddies. He posted, "This is a great time to buy," in all caps. Was that market manipulation? Was it corruption in plain sight? We need an independent investigation into market manipulation because Americans need to know whether President Trump or anyone in his administration manipulated the market to benefit their donors, him, right now. അതുകൂടാതെ സാധാരണക്കാരും തൊഴിലാളികളുമാണ് ട്രംപിൻ്റെ ഈ തീരുമാനത്തിൻ്റെ തിക്തഫലം അനുഭവിച്ചതെന്നും എലിസബത്ത് വാറൻ പറയുന്നുണ്ട്. ട്രംപ് അമേരിക്കയിലെ സമ്പദ് വ്യവസ്ഥയെ നശിപ്പിക്കുകയാണ്, മൊത്തത്തിൽ ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. താരിഫിൻ്റെ കാര്യത്തിൽ എന്താണ് നടക്കുന്നതെന്ന് ആർക്കും ഒരു ചുക്കും അറിയുന്നില്ല, മനസ്സിലാകില്ല. എന്നാൽ ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ജോലി നഷ്ടപ്പെടുമോ എന്ന ഭീതിയിലാണ്. ബിസിനസ്സുകാർ നിക്ഷേപം നടത്താൻ മടിക്കുകയാണ്. ചെറുകിട ബിസിനസ്സുകാർ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണെന്നും US കോൺഗ്രസിൽ നടത്തിയ പ്രസംഗത്തിൽ അവർ പറയുന്നുണ്ട്. അതുകൂടാതെ മറ്റൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്. താരിഫ് പ്രഖ്യാപനത്തിന് തൊട്ടു മുമ്പ് ട്രംപ് നടത്തിയ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ സംശയാസ്പദമാണെന്നും അവർ ആരോപിക്കുന്നുണ്ട്. ഇതാണ് നിക്ഷേപത്തിന് പറ്റിയ സമയമെന്നാണ് അദ്ദേഹം കുറിച്ചത്. ഇക്കാര്യത്തിൽ അഴിമതി ഉണ്ടോ എന്ന് അന്വേഷിക്കണം. ഡൊണാൾഡ് ട്രംപോ അദ്ദേഹത്തിൻ്റെ ഭരണകൂടത്തിലുള്ള മറ്റാരെങ്കിലുമോ അഴിമതി നടത്തിയിട്ടുണ്ടോ എന്ന് അമേരിക്കൻ ജനത അറിയാൻ ആഗ്രഹിക്കുന്നതായും അവർ പറയുന്നുണ്ട്. എന്നാൽ സെനറ്ററുടെ ഈ ആരോപണങ്ങളിൽ ചിലതെങ്കിലും ശരിയാണെന്ന തരത്തിലുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ സമയം രാവിലെ 9:37 ട്രംപ് തൻ്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയ ആപ്പിൽ കുറിച്ചത്, "ദിസ് ഈസ് എ ഗ്രേറ്റ് ടൈം ടു ബൈ DJT. ഇതാണ് നിക്ഷേപിക്കാൻ പറ്റിയ ഏറ്റവും മികച്ച സമയം" എന്നാണ്. ഇനീഷ്യലായി DJTന് ഡൊണാൾഡ് ട്രംപ് എന്നാണ് അർത്ഥം. ട്രംപിൻ്റെ ഉടമസ്ഥതയിലുള്ള കമ്പനികളെ സൂചിപ്പിക്കാൻ സാധാരണ ഉപയോഗിക്കുന്ന പദപ്രയോഗമാണിത്. ഈ പോസ്റ്റ് ഇട്ടതിന് 4 മണിക്കൂറിലാണ് തീരുവയിൽ 90 ദിവസത്തെ അവധി നൽകാനുള്ള ട്രംപിൻ്റെ പ്രഖ്യാപനം എത്തുന്നത്. ഇതിന് പിന്നാലെ കുതിച്ചുയർന്ന US വിപണി കഴിഞ്ഞ 4 ദിവസം ഉണ്ടാക്കിയ നഷ്ടത്തിൻ്റെ 70% തിരിച്ചുപിടിച്ചു. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്നതിന് മുമ്പ് തന്നെ തീരുവ സംബന്ധിച്ച തീരുമാനം എടുത്തിരുന്നോ എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകാൻ ട്രംപ് തയ്യാറായില്ല. രാവിലെയാണ് തീരുമാനത്തിലെത്തിയതെന്നും എന്നാൽ ഇക്കാര്യത്തിൽ കുറച്ചു നാളായി കൂടിയാലോചനകൾ നടക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ട്രംപിൻ്റെ അടുപ്പക്കാരിൽ പലരും നയിക്കുന്ന കമ്പനികളാണ് ഓഹരി വിപണിയിൽ നിന്നും ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത്. ഇലോൺ മസ്കിൻ്റെ ടെസ്ല 18%, ഇൻഡൽ 16%, എൻവിഡിയ 16%, ആപ്പിൾ 10%, ആമസോൺ 9% എന്നിങ്ങനെയാണ് കുതിച്ചുയർന്നത്. കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കിയത് ട്രംപിൻ്റെ വിശ്വസ്തനായ ഇലോൺ മസ്കിൻ്റെ ടെസ്ലയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഇതിന് പിന്നാലെ ലോകത്തിലെ ഏറ്റവും ധനികരായ 10 പേരുടെ സമ്പത്തിൽ കൂടിയത് $135 ബില്യൺ. അത് ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 11 ലക്ഷം കോടി രൂപ ആണെന്നും ചില പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇലോൺ മസ്കിൻ്റെ സമ്പാദ്യം $35.9 ബില്യൺ, ഏകദേശം 3 ലക്ഷം കോടി രൂപ വർദ്ധിച്ച് $326 ബില്യൺ ആയി. അതുകൂടാതെ മെറ്റ CEO സക്കൻബർഗ്, ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസ് തുടങ്ങിയവരുടെ എല്ലാം സമ്പത്തിൽ വൻ വർധനവ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് വന്നതിന് ശേഷം ട്രംപിനെതിരെ കൂടുതൽ പേര് രംഗത്ത് വന്നിട്ടുണ്ട്. ട്രംപിൻ്റെ നീക്കത്തിനെതിരെ നിരവധി പേരാണ് രൂക്ഷ വിമർശനവുമായി ഇപ്പോൾ രംഗത്തെത്തുന്നത്. തീരുവയ്ക്ക് അവധി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ട്രംപ് നടത്തിയ സോഷ്യൽ മീഡിയ പോസ്റ്റ് ചട്ടലംഘനമാണോ എന്ന് പരിശോധിക്കണമെന്ന് വൈറ്റ് ഹൗസിലെ നിയമ വിദഗ്ധനായിരുന്ന റിച്ചാർഡ് പെയിൻറ്റർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ട്രംപിൻ്റെ പോസ്റ്റ് കണ്ടവർ പെട്ടെന്ന് പണമുണ്ടാക്കി. വിപണിയിൽ കൃത്രിമത്വം കാണിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് സംശയിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ നിക്ഷേപകരും ശ്രദ്ധിച്ചും കണ്ടും ട്രേഡ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നു.